കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചത് ആദായ നികുതി ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ബാധിക്കുക അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യം ലഭിക്കുക ഈ പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയവർക്കാണ്. അതിലിപ്പോൾ ധനമന്ത്രി പറഞ്ഞത് 2 പേരും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണല്ലോ. മാത്രമല്ല ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല എന്നുകൂടി ഇന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരു ടാക്സ് ടെററിസം അല്ലെങ്കിൽ നികുതി ഭീകരതയുണ്ട്. ആദായ നികുതി വകുപ്പ് പലപ്പോഴും ഈ നികുതിദായകരെ ശല്യപ്പെടുത്തുന്നുവെന്നുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരാതികൾക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ പുതിയ ആദായ നികുതി സ്ലാബുകളിലേക്ക് മാറാൻ കൂടുതൽ പേർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഈ പുതിയ നികുതി സ്ലാബുകളിലേക്ക് മാറ്റുന്നവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ശമ്പളം വാങ്ങിക്കുന്ന ആ ഒരു വിഭാഗത്തിലുള്ളവർക്ക് 17,500 രൂപയോളം പുതിയ നികുതി സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ഒരു നേട്ടം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദായ നികുതി വകുപ്പുമായുള്ള നടപടികൾ അത് നേരിടുമ്പോൾ വലിയ തോതിലുള്ള കോടതി വ്യവഹാരം, അതിന്റെ പിന്നാലെ നടക്കൽ, ചെലവ്, ക്രിമിനൽ നടപടികൾ, ഇതൊക്കെ പലപ്പോഴും നികുതിദായകരെ പേടിപ്പെടുത്തുകയും പലരും ചിലപ്പോഴൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കുക, ഈ നിയമങ്ങൾ കൂടുതൽ റാഷണലൈസ് ചെയ്യുക, ഇതൊക്കെ മൂലം കൂടുതൽ പേരെ നികുതി സ്ലാബുകളിലേക്ക് അല്ലെങ്കിൽ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ധനമന്ത്രി പ്രതീക്ഷിക്കുന്നത്. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞത്. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും എന്ന് പറയുന്നത് കാലോചിതമായ ഒരു പരിഷ്കാരം ആദായ നികുതി ഘടനയിൽ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 10 വർഷങ്ങളായി ആദായ നികുതി സ്ലാബുകൾ ഒരേപോലെ നിൽക്കുന്നു. നികുതി നിയമങ്ങൾ, അതായത് പുതിയ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി പല കാര്യങ്ങളും പുതിയതായി വരുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു അപ്ഡേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആദായ നികുതി നിയമം പരിഷ്കരിക്കണം. ആ പരിഷ്കാരം എത്രയും വേഗം കൊണ്ടുവരണമെന്ന ഒരു നിർദ്ദേശം കൂടി ധനമന്ത്രി ഈ ബജറ്റിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ആ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദേശ സ്ഥാപനങ്ങൾക്കുള്ള അല്ലെ വിദേശ കമ്പനികൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35% കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ കൂടുതലായി രാജ്യത്ത് നിക്ഷേപം നടത്താനും പ്രവർത്തനം ആരംഭിക്കാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ നേട്ടം, രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് വലിയ നേട്ടം വരുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും വന്നു. എല്ലാവിധ നിക്ഷേപകർക്കും ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം വരാനുള്ള ഒരു നടപടിയായി അതിനെ കരുതുന്നുണ്ട്. അതേസമയം തന്നെ ബജറ്റ് പ്രഖ്യാപനം വന്നതോടുകൂടെ ഓഹരി വിപണികളിൽ കടുത്ത നിരാശയായിരുന്നു. കാർഷിക മേഖലയിലെ കമ്പനികൾ ഒഴികെ ബാക്കി കമ്പനികളൊക്കെ വളരെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആളുകൾക്ക് അറിയേണ്ടത് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടുക, എന്തിനൊക്കെ വില കുറയും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടാൻ പോകുന്നുവെന്നും ലെതർ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാൻ പോകുന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ മൊബൈൽ ഫോൺ ചാർജറുകൾ ഇവയ്ക്കൊക്കെ വില കുറയാൻ പോകുന്നു. അതെ അതെ, ഇക്കാര്യത്തിൽ ധനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ മൊബൈൽ ഫോൺ ഉൽപാദനം 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൽപാദനത്തിന് ഒരു പ്രോത്സാഹനം എന്ന നിലയിലായിരുന്നു ഇതിനൊക്കെ ഇറക്കുമതി തീരുവ നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അവർ സ്വയം പര്യാപ്തമായി എന്ന ഒരു കണക്കുകൂട്ടലിൽ മൊബൈൽ ഫോണുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, ചാർജറുകൾ ഇതിനൊക്കെയുള്ള ഇറക്കുമതി തീരുവ കുറച്ചു. ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമാണ്, അതുകൊണ്ട് കുറച്ച് ഇറക്കുമതി ചെയ്തുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മൊബൈൽ ഫോണുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും ചാർജറുകൾക്കും ഒക്കെ അടക്കം വില കുറയും. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഇവയ്ക്ക് വില കുറയും. അതേസമയം പ്ലാസ്റ്റിക്കിന് വില കൂടും. അതുപോലെ തന്നെ തികച്ചും കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ 3 അവശ്യ ക്യാൻസർ മരുന്നുകളുണ്ട്. അർബുദത്തിനുള്ള ഈ 3 മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയതോടുകൂടി അത് 0 കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുന്നു.